രൂപ കെട്ടിവെക്കണം കോടതി. എന്റെ വക്കീലാണ് വക്കീൽ. ദേഹം മുഴുവൻ മഴയത്തെന്ന് പറഞ്ഞാൽ നോക്കില്ല, മിന്നലടിച്ചാൽ കത്തിപ്പോവും. അങ്ങനത്തെ സാധനങ്ങളാണ് ദേഹം മുഴുവൻ ഇട്ടിരിക്കുന്ന വക്കീൽ. ഏറ്റെടുത്ത എല്ലാ കേസും തോറ്റ ചരിത്രമുള്ള വക്കീൽ. ഫസ്റ്റ് സാധനത്തിനാണ് ചേരുമ്പടിയില്ല ചേരും. എന്റെ വക്കീൽ 10 കോടി രൂപയുടെ കേസ് കൊടുക്കാൻ തീരുമാനിക്കുക, ഞങ്ങൾ കൊടുക്കും, അവൾ ആട്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് വാചം അടിച്ച്. അപ്പോൾ 1 കോടി രൂപ കോടതി കെട്ടിവെക്കണം. ആ 1 കോടി രൂപ കോടതി കെട്ടിവെക്കുന്നതിനേക്കാൾ 20 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ കോടതിയിൽ ഒരു നിർമ്മാതാവ് കൊടുത്തിരിക്കുന്ന ക്രിമിനൽ സിവിൽ കേസിൽ നിന്ന് ഊരിപ്പോകാം ഈ മഹിതയ്ക്ക്. ആ കക്ഷിയാണ് 20 ലക്ഷം പേര് 200 രൂപ കൈയില്ല. ആ കക്ഷിയാണ് 1 കോടി കെട്ടിവെച്ച് അൻസുബയെ 10 കോടിക്ക് തീർക്കാൻ നോക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പഴമക്കാർ പറയാറുണ്ട്. അമ്മ ഭരിച്ചിരുന്ന ബുദ്ധികൾ മാത്രം ചിന്തിക്കുന്ന, നേരെ വാ നേരെ പോ എന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു കൂട്ടർ. നിർണായകമായ ഒരു തീരുമാനം ഇവരെന്ന് 21-ാം തീയതി നടക്കാൻ പോകുന്ന വിശേഷാൽ ജനറൽ ബോഡിക്ക് മുൻപെടുക്കാൻ സാധ്യതയുണ്ട് എന്നറിയുന്നു. തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത് എന്ന് ഞാൻ അഡ്വാൻസായി പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുത്ത, സംഘടനയ്ക്കായി നന്നായി പണിയെടുത്ത, ക്രിമിനൽ മൈൻഡുള്ളവർ പലതരത്തിൽ പണി കൊടുത്ത അൻസുബയെ അമ്മയിൽ നിന്നും പുറത്താക്കാൻ കൊണ്ടുപിടിച്ച ആലോചനകൾ നടക്കുകയാണ്. അൻസുബയെ അമ്മയിൽ നിന്ന് പുറത്താക്കണം. അമ്മ മുൻ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ പോലും ഒഴിഞ്ഞ ഇക്കഴിഞ്ഞ 3 ഭാഗങ്ങളിൽ ദൃശ്യത്തിൽ തന്റെ മൂത്ത മകളായി അഭിനയിച്ച അൻസുബയ്ക്കായി നിലകൊള്ളാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ന്യായം ആ കുട്ടിയുടെ പക്ഷത്താണോ എന്ന് ചോദിച്ചപ്പോൾ ന്യായമായും നീതിപൂർവ്വവും അമ്മയിൽ ആര് നോക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യായം ആ കുട്ടിയുടെ ഭാഗത്തല്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചോദിച്ചവരൊക്കെ പറഞ്ഞത് ന്യായമൊക്കെ അൻസുബയുടെ ഭാഗത്താണ്. പക്ഷെ നമ്മൾ മറ്റേ കൂതറകളെ കൂടെ നിൽക്കൂ. SP ക്ക് ACPക്കൊക്കെ നല്ല നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമല്ല. അതിൻ്റെ കൂടെയൊക്കെ നിൽക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ മുട്ട തെറി വിളിച്ച് കണ്ണുപൊടിച്ചതായി, കള്ളക്കേസ് കൊടുത്ത് കണ്ണുപൊടിച്ചതായി. മനസ്സിന്റെ കൺട്രോൾ പോകുമ്പോൾ ഞരമ്പ് രോഗം ഉള്ള ആളുകൾ ഓരോരോ മെസ്സേജുകൾ കൂടെ പ്രവർത്തിക്കുന്ന സഹ കമ്മിറ്റി മെമ്പർമാരായ പെണ്ണുങ്ങൾക്ക് അയക്കും. അവർ ആ മെസ്സേജ് സൂക്ഷിച്ചു വയ്ക്കും. ഈ മണ്ടൻ അറിഞ്ഞോട് അത് സൂക്ഷിച്ചു വയ്ക്കുന്നു. ആവശ്യം വരുമ്പോൾ ആ മെസ്സേജ് എടുത്ത് ബിഷപ്പ് മുഴക്കും. അതാണ് ഇപ്പോൾ അമ്മയിൽ നടക്കുന്നത്. എക്സിക്യൂട്ടീവ് നടക്കുന്ന അതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നതിനിടയിൽ അടുത്തിരിക്കുന്ന പെണ്ണിന് മെസ്സേജ് അയക്കും. അവൾ അത് സൂക്ഷിച്ചു വെച്ചേക്കും. ഇവനൊരു പണി കൊടുക്കാൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ പറഞ്ഞിട്ട്. ന്യായവും നീതിയും ജീവിതത്തിൽ വേണം. സംഘടന നന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കമ്മിറ്റി മെമ്പറായ ഒരു നടൻ, അങ്ങനെ അയാളെ കാണാൻ പറ്റും. അങ്ങനെ നീതിയും ന്യായവും ഒക്കെ നടക്കണമെന്ന് വിശ്വസിക്കുന്ന ഇപ്പോഴുള്ള ഈ കമ്മിറ്റിയിലുള്ള ഒരു നടൻ, വലിയ പേര് ദൂഷ്യമൊന്നും കൽപ്പിക്കാത്ത കക്ഷിക്ക് ഒരിക്കൽ അല്പം കൺട്രോൾ പോയി. അടുത്തിരുന്ന സഹ കമ്മിറ്റി തരണിയോട് സുന്ദരിയാണല്ലോ നീ എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് വച്ചങ്ങ് കാച്ചി. ഇതിന്റെ വരുമരായികൾ ആലോചിച്ചില്ല. തൊട്ടടുത്ത് കട്ടിയും തടവിയൊക്കെ ഇരുന്നപ്പോൾ തോന്നി ഇവർക്ക് ഒരു മെസ്സേജ് അയക്കാൻ എവിടെ വഴങ്ങും. അപ്പോൾ പാതിരാത്രി അയച്ചതാണ് സുന്ദരിയാണല്ലോ നീ. അവരത് എനിക്ക് വേണ്ടപ്പെട്ട അലവലാദികൾക്ക് കൈമാറി. ഇപ്പൊ ശരിക്കും പെട്ടത് ഈ മാന്യനായ നടൻ, വേറെ ആരുമല്ല, ഈ നടൻ ശരിക്കും പെട്ടു. അമ്മയിൽ നടക്കുന്ന പോർബിളികളിൽ കക്ഷിയാകാതെ ഭിന്നനായി നിൽക്കുകയാണ് പുള്ളി. കാരണം ഇന്ത്യയിൽ തന്നെ മെസ്സേജ് എടുത്ത് പുറത്തിടും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ശാന്തിയുള്ള ദിനേശേട്ടൻ ഒരു തൽപര കക്ഷിയെ, ഒരമ്മച്ചിയെ, ഒരു മേടത്തെ എടുത്ത് വലിച്ചു കയറുന്ന വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അമ്മ എന്ന താരസംഘടന ഉടനെ തന്നെ തകരും എന്നാണ് പുള്ളിയുടെ കാഴ്ചപ്പാട്. അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് അറിഞ്ഞൂടാ. ഈ ഒരു അടിയും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉടൻ തന്നെ അമ്മ തകരും, അനാഥമാകും ആ ഓഫീസ്. അത് പിന്നെ വല്ല പാർക്കിങ്ങിനോ വല്ല ഷോപ്പിംഗ് മാളാട്ടോ ഒക്കെ കൊടുക്കാം, എന്തോരോ ആട്ടോ. അത് സിനിമാക്കാരുടെ കാര്യം. എന്തായിരുന്നാലും ഒരു തൽപര കക്ഷിയെ വലിച്ചു കയറുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ശാന്തിയുടെ ടോക്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവസാനം വരെ കാണുക. നമ്മൾ ആദ്യമായി കാണുന്നവർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നല്ലതാവട്ടെ ചീത്തയാവട്ടെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. എന്തിലും ഏതിലും കയറി അഭിപ്രായം പറയുന്ന ഒരു ചേച്ചി വഴി പുറത്തിറങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ വരെ ഈ ചേച്ചിയമ്മ ഈ വോയിസ് നോട്ട് കൊടുത്ത് വാർത്തയാക്കി. ഇതിന്റെ മറുവശത്തെ എന്താ പറയുക, ആഡിയോ എതിർഭാഗത്തിന്റെ കയ്യിലും ഉണ്ടത്ര. ഇപ്പോൾ ഓഡിയോ വെച്ചാണ് കളി. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനുള്ള ഓഡിയോ ഉണ്ട്. എന്തായാലും ഈ ചേച്ചിയമ്മ ഒരു പക്ഷത്തിന്റെ രക്ഷകയായിട്ട് അങ്ങ് ഇറങ്ങി. അൻസുബ പറയുന്നതൊന്നും ശരിയല്ല, അൻസുബ ചെയ്യുന്നതൊക്കെ അമ്മയ്ക്ക് ദോഷം ചെയ്യുന്നവരാണ് എന്നൊക്കെ ദിവസവും ഇപ്പോൾ ചേച്ചിയമ്മ വച്ച് കാച്ചുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അമ്മയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മഹാൻ ഈ ചേച്ചിയമ്മയുടെ വാസസ്ഥലത്ത് ചെന്ന് ചേച്ചിയാണ് ചേച്ചി ചേച്ചി എന്നെ കാപ്പാത്തുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയമ്മയുടെ കാലി കയറി പിടിച്ചത്രേ. കാര്യം കാണാൻ ഏത് കഴുതക്കാലിലും പിടിക്കാമെന്ന് പണ്ടത്തെ ബുദ്ധി രാക്ഷസന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അക്ഷരം പ്രതി പാലിക്കുകയാണ് ഈ വില്ലൻ. ചേച്ചിയാണ് ചേച്ചി, എന്റെ ചേച്ചി, ചേച്ചി ഇതിൽ ഇടപെടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അങ്ങ് ഇറങ്ങി കുറെ വോയിസ് ക്ലിപ്പിംഗ്സുകളൊക്കെ ആയിട്ട് അൻസുബയ്ക്ക് ക്ലിപ്പിംഗ്സ് ഇടുന്ന് കിട്ടി. തുറന്നു പറ, നീ അത് ആർക്കൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഈ ചേച്ചിയമ്മ അട്ടഹാസം നടത്തുകയാണ്. മുഖ്യമന്ത്രി സതീശൻ എവിടെയെങ്കിലും ചാവടിയന്ത്രത്തിന് വന്നാൽ അവിടെ ക്യാമറ ഫ്രെയിമിൽ വരത്തക്ക വണ്ണം ആണി അടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ വിവാദ നായകൻ. സ്വന്തം അപ്പൻ ചത്തൽ കരയാത്ത പ്രകൃതക്കാരൻ ഗ്ലിസറിനിടാതെ മടമടാ മുഖം പൊത്തി മരിക്കുന്നത് ആരായാലും അവിടെ നിന്ന് കരയും. മുഖം പൊത്തുന്നത് ചിരിക്കുന്നത് കാണാതിരിക്കാനാണെന്നാണ് അസൂയാലുക്കൾ പറയുന്നത്. കണ്ണട വെച്ചിട്ട് മുഖം പൊത്തുന്നതിന് എനിക്കറിയണ്ടേ, ലോകത്ത് ആദ്യമായിട്ടായിരിക്കും കണ്ണട പൊത്തി കരയുന്ന, അല്ല കണ്ണട വെച്ചിട്ട് കരയുന്ന അവൻ മുഖം കൂടെ പൊത്തുന്നത്. അത് ഈ ചിരിക്കുന്നത് ആരും കാണാതിരിക്കാനാണ് അസൂയാലുക്കൾ പറയുന്നത്. എന്തായാലും ചേച്ചിയമ്മ തനിക്ക് കിട്ടിയ ആഡിയോ റിപ്പോർട്ടിലെ
ആ തലതിരിഞ്ഞ പെണ്ണും പിള്ളയ്ക്കും ഏഷ്യാനെറ്റിലെ ഒരുവനും മാതൃഭൂമി ചാനലിനും ചോർത്തി നൽകി നിർവൃതി കൊണ്ടു. റിപ്പോർട്ടറിൽ ഒരു തലതിരിഞ്ഞ പെണ്ണും പിള്ള ഉണ്ടല്ലോ, അവൾക്കും ഏഷ്യാനെറ്റിലെ ഒരു റിപ്പോർട്ടർക്കും മാതൃഭൂമി ചാനലിനും ഈ ഓഡിയോ ചോർത്തി കൊടുത്തു. പിന്നാലെ ഇതിന്റെ അടുത്ത വേർഷൻ എതിരാളികൾ ഉടനെ എത്തിക്കുമെന്ന് പറയുന്നത് എത്തിച്ചോ എന്ന് എനിക്കറിയില്ല. ലൂസ് ടോക്കാണ് അല്ലെങ്കിൽ ലൂസ് ടോക്കറാണ് ഈ ചേച്ചിയമ്മ എന്ന് ഏതോ കഷ്ടകാല സമയത്ത് അമ്മയുടെ സെക്രട്ടറി പറഞ്ഞതിന്റെ പ്രതികാരം തീർക്കാൻ അത്രേ ചേച്ചിയമ്മ. എന്നെ ലൂസ് ടോക്കർ എന്ന് വിളിച്ച എവളുടെ പോക കണ്ടേ അടങ്ങൂ എന്ന ശബ്ദത്തിലാണത്രേ ചേച്ചിയമ്മ. അതിനെ എതിർപക്ഷക്കാർ നന്നായി ഉപയോഗിക്കുന്നു. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീരത്നം ലൂസ് ടോക്കർ ആണ് എന്ന് പറഞ്ഞത് കമ്മിറ്റി മെമ്പറായ ബുദ്ധിജീവിയും VD സതീശന്റെ അളിയനുമായി നടക്കുന്ന വികാരജീവിയാണ്. സെക്രട്ടറി അല്ല പറഞ്ഞത്. അക്കാര്യം വ്യക്തമായി അമ്മയുടെ പ്രസിഡന്റിനും അറിയാം. പക്ഷേ ഈ ചേച്ചിയമ്മയോട് ആരും പറയില്ല, അയ്യോ ചേച്ചി അത് ജനറൽ സെക്രട്ടറി അല്ല പറഞ്ഞത്, മറ്റേ ബുദ്ധിജീവി റിട്ടയർഡ് നെക്സലാണ് പറഞ്ഞത് എന്ന് പറയേയില്ല. അൻസിബ പറയുന്നതൊക്കെ പരിദൂഷണമാണെന്ന് ആദ്യം കണ്ടുപിടിച്ചതും ഈ ചേച്ചിയമ്മ. എന്നാൽ അമ്മ കമ്മിറ്റിയെ വരച്ചവരിൽ നിർത്തുന്ന 20 ലക്ഷം കക്കിയ മഹതി 2 നാൾ മുൻപും പറഞ്ഞു മത തീവ്രവാദികളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത്. അൻസിബയുടെ പിന്നിൽ മത തീവ്രവാദികൾ, അതായത് മുസ്ലിം മത തീവ്രവാദികളാണ് കളിക്കുന്നതെന്ന് പഴയ സൈനബ ചേച്ചി പറയുന്നു. സൈനബ ചേച്ചി ഇപ്പോൾ ഉത്തമ ഹിന്ദുവാണല്ലോ. ആവശ്യമുള്ളതൊന്നും കാണാൻ മെനക്കാത്ത ചേച്ചിയമ്മ ഇതൊന്നും കാണാറുമില്ല, കണ്ടതായി പറയാറുമില്ല. നൊട്ടോറിയസ് ക്രിമിനലുകൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ചേച്ചിയമ്മയുടെ ശപഥം. 20 ലക്ഷം പറ്റിച്ച തരികിട വൈസ് പറയുന്നത് കേട്ടില്ലേ? എന്റെ പേരിൽ തന്ന കേസിൽ കരിമ്പും സത്യമില്ല എന്ന് കണ്ടെത്തിയ കേരള പോലീസിനും ഫയർഫോഴ്സിനും അതിന്റെ തലപ്പത്ത് ഉദ്യോഗസ്ഥർക്കും VD സതീശനും ഒക്കെ നമോഭാഗം എന്നാണ് ഈ തരികിട ആരെ പറ്റിച്ച് ജീവിക്കുന്ന പെണ്ണുപിള്ള പറയുന്നത്. എല്ലാ തെളിവും കോടതിയിലിരിക്കുകയാണ്, തെളിവുകളടക്കം 20 ലക്ഷത്തിന്റെ ചെക്ക്, പിന്നെ ഫോട്ടോഗ്രാഫുകൾ, ബാങ്കിന്റെ ഡീറ്റെയിൽ എല്ലാം ഇരിക്കുകയാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും എന്റെ നമോഭാഗം, എന്റെ അടുത്ത് നിന്നല്ലോ നിങ്ങളല്ല. ഇവളുമാരുടെ എന്ത് താന്തോന്നി തരത്തിനും താന്തോന്നി തരവും ചിത്രീകരിച്ചു കൊടുക്കാൻ കുറെ യൂട്യൂബർമാരും 10 കോടി രൂപയ്ക്ക് അൻസിബയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും എന്നാണ് പുതിയ ഭീഷണി. അത് എണ്ണതൊടാതെ വിഴുങ്ങാൻ കുറെ മണ്ടന്മാരായ യൂട്യൂബർമാരും. ആരെ വലിപ്പിച്ച് കാശടിക്കാമെന്ന് റിസർച്ച് ചെയ്ത് നടക്കുന്ന, ക്രിമിനൽ കേസ് മറച്ചുവെച്ച് അമ്മയിൽ ഭരണം നടത്തുന്ന, ആരെയും ക്രിമിനൽ ഭരണപ്പാട്ടിനേക്കാൾ മോശമായി വിളിക്കുന്ന ഈ അവതാരം 10 കോടിക്ക് മാനമില്ലാത്ത നഷ്ടക്കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. 10 കോടിക്ക് മാനനഷ്ടത്തിന് കോടതിയിൽ പോകണമെങ്കിൽ 10% കോടതി കെട്ടിവെക്കണം. അപ്പോൾ 1 കോടി രൂപ കെട്ടിവെക്കണം കോടതി. എന്റെ വക്കീലാണ് വക്കീൽ. ദേഹം മുഴുവൻ മഴയത്തെന്ന് പറഞ്ഞാൽ നോക്കില്ല, മിന്നലടിച്ചാൽ കത്തിപ്പോവും. അങ്ങനത്തെ സാധനങ്ങളാണ് ദേഹം മുഴുവൻ ഇട്ടിരിക്കുന്ന വക്കീൽ. ഏറ്റെടുത്ത എല്ലാ കേസും തോറ്റ ചരിത്രമുള്ള വക്കീൽ. ഫസ്റ്റ് സാധനത്തിനാണ് ചേരുമ്പടിയില്ലേ ചേരും. എന്റെ വക്കീൽ 10 കോടി രൂപയുടെ കേസ് കൊടുക്കാൻ തീരുമാനിക്കുക, ഞങ്ങൾ കൊടുക്കും, അത് ആട്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് വാചടിച്ച്. അപ്പോൾ 1 കോടി രൂപ കോടതി കെട്ടിവെക്കണം. ആ 1 കോടി രൂപ കോടതി കെട്ടിവെക്കുന്നതിനേക്കാൾ 20 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ കോടതിയിൽ ഒരു നിർമ്മാതാവ് കൊടുത്തിരിക്കുന്ന ക്രിമിനൽ സിവിൽ കേസിൽ നിന്ന് ഊരിപ്പോകാം ഈ മഹിതയ്ക്ക്. ആ കക്ഷിയാണ് 20 ലക്ഷം പേര് 200 രൂപ കൈയില്ല. ആ കക്ഷിയാണ് 1 കോടി കെട്ടിവെച്ച് അൻസിബയെ 10 കോടിക്ക് തീർക്കാൻ നോക്കുന്നത്. ഇത് വിഴുങ്ങാൻ കുറെ യൂട്യൂബർമാർ കൊണ്ട് നടക്കുന്നു. ചേച്ചി 10 കോടി രൂപ കേസ് അൻസിബയ്ക്കെതിരെ കൊടുക്കണം, തൂക്കിക്കൊല്ലും എന്നൊക്കെ രീതിയിൽ. മാനനഷ്ടം എന്ന വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും, അങ്ങനെ അതിന്റെ അർത്ഥമെങ്കിലും അറിയേണ്ട ആദ്യം എന്നാണ് ഈ മഹതിയോട് എനിക്ക് ചോദിക്കാനുള്ളത്. 1ഉം 2ഉം അല്ല, 10 കോടിക്കാണ് ചേച്ചി കേസ് കൊടുത്തേക്കുന്നത്. 10 കോടി കേട്ടോ. എന്തുവാണ് പുളുങ്കുരുവാണ് 10 കോടിക്കൊക്കെ. നല്ലൊരു അഡ്വക്കേറ്റ് ആയിട്ട് പിന്നെ 10 അല്ല 20 കോടി കിട്ടും. അതവിടെ കേട്ടെ. എന്തായാലും ഈ ഒരു വിഷയത്തിന്റെ തുടക്കത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് അൻസിബയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത്. കറക്റ്റ് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ പെണ്ണിനെ സംഘടനയെ പുറത്താക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ആ പെണ്ണ് സംഘടനയും പുറത്താക്കും. പിന്നെ അത് മാത്രമല്ല, സിനിമയിൽ ഇനി അവസരവും കിട്ടത്തില്ല. ഏത് പാർവതി തിരുവത്തിന്റെ അവസ്ഥയായിരിക്കും ഈ പെണ്ണിന് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ആ ഒരു ഇഷ്യൂയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്കാണ് അൻസിബയും പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു മോളെ ഒറ്റയ്ക്കൊന്നും നിന്ന് എവരുമായിട്ടൊന്നും മുട്ടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ സഹിക്കാൻ വയ്യെങ്കിൽ പുറത്തു പോവുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നാലും പുറത്ത് നിന്ന് ഇത്രയെങ്കിലും ഒക്കെ പറയാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെങ്കിലും ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. അപ്പൊ വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക് യു.